ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? തിരക്കിലാണോ? എങ്കിലും തിരക്കിലാണെങ്കിലും കുറച്ച് സമയം ഇങ്ങോട്ടൊന്ന് വരിക. ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ്, ഒരു പ്രധാനപ്പെട്ട ടിപ്സ്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണിത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, നമ്മുടെ പ്രായത്തെ ആദ്യമായിട്ട് സിഗ്നൽ കാണിക്കുന്ന ഒരു ഏരിയയാണ് കണ്ണ്. കണ്ണിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും കണ്ണുമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രായം എടുത്തു കാണിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അത് മിക്കവർക്കും അറിയാവേ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ കണ്ണിന് ചിലവർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ 40 വയസ്സൊക്കെ കഴിയുമ്പം കൺപീലിയൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. കണ്ണിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും അതിനും മസാജും ഒക്കെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൻ്റെ കൺപീലികൾ, ചിലവർക്ക് ഒരു 40 വയസ്സിന് കൺപീലികളൊക്കെ കൊഴിഞ്ഞ് വല്ലാതായി പോവും. കണ്ണിനൊരു എന്താ പറയുക, ഒരു ചത്ത മീൻ്റെ കണ്ണെന്നൊക്കെ പോലെ നമ്മൾ പറയില്ല, അതുപോലെയൊക്കെ ഇരിക്കും. ഒരു മഞ്ഞളിപ്പൊക്കെ കണ്ണിനുണ്ടാകും. അതുപോലെ കണ്ണിനൊരു ഉഷാറില്ലാത്ത പോലെ വരും. നമ്മൾ എവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഭംഗി തോന്നിക്കും. നമ്മുടെ കണ്ണ് കണ്ടാലായിട്ട് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു അഭംഗി തോന്നിക്കും. അതിൻ്റെ മെയിൻ ഒരു ഉദാഹരണം നമ്മുടെ കണ്ണ് ഒരു എന്താ പറയുക, ഒരു ഊർജ്ജമില്ലാത്ത പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. നമ്മുടെ കണ്ണ് നല്ല തിളക്കം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ പകുതി ആ ഒരു വല്ലായ്മ മാറി കിട്ടും. നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തടിച്ച് വീർക്കാറുണ്ടല്ലേ. അപ്പോൾ തന്നെ നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഒരു പൗഡറൊക്കെ ഇട്ട് പോയാൽ തന്നെ നമ്മുടെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം അന്ന് മുഴുവൻ ഡള്ളായിട്ട് തന്നെ ഇരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് സൗന്ദര്യം നിലനിർത്തേണ്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ കണ്ണ് വളരെയധികം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ണ് നല്ല രീതിയിൽ നമ്മുടെ കൺപീലിയൊക്കെ നന്നായിട്ട് വളരാനായിട്ടും, അതുപോലെ തന്നെ കണ്ണ് നല്ല നല്ലൊരു സൗന്ദര്യം, നല്ല തിളക്കവും ഒരു നല്ലൊരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എക്സസൈസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മറക്കാതെ ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഫോർഹെഡ് മസാജ്, ഫേസ് മസാജ്, നെക്ക് മസാജ് ഒക്കെ കാണിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണിന് നല്ല രീതിയിലുള്ള വ്യായാമം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഒരുപാട് മൊബൈല്, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ കണ്ണിന് ഒരുപാട് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മുടെ കണ്ണിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണല്ലേ. നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മളോട് ചില ആൾക്കാരെല്ലാം നമ്മുടെ സ്വന്തക്കാരായാലും സുഹൃത്തുക്കളായാലും ഒക്കെ നമ്മളോട് പറയാറുണ്ടല്ലേ, എന്താണ് പറയുന്നത്, നിൻ്റെ കണ്ണെന്നാ ചത്ത മീൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നത് എന്ന് പറയാറില്ല നമ്മളോട്. അത് നമ്മളെപ്പോഴും ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും നമ്മൾ വൃത്തിയായിട്ട് എപ്പോഴും എടുത്ത് എങ്ങനെയായിട്ട് സൂക്ഷിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ കണ്ണ് തന്നെയായിരുന്നു അല്ലേ. എപ്പോഴും കണ്ണെഴുതും, വാലിട്ട് കണ്ണെഴുതും. അപ്പം മുഖത്തൊക്കെ പൗഡറൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കണ്ണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ എഴുതിയിരിക്കും. നല്ല വൃത്തിയായിട്ടും നല്ല ഐലൈനറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എഴുതി കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് ഐഷാഡോ ഒക്കെ വെച്ചൊന്ന് ചെയ്ത് കൊടുത്ത് ഒക്കെ നമ്മൾ ചെയ്യും അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ നമ്മളൊരു പ്രായമായി കഴിയുമ്പം ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ കണ്ണിന് അധികം ശ്രദ്ധ കൊടുക്കാറില്ല അല്ലേ. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ. അപ്പോൾ കണ്ണിനും കുറച്ച് മസാജ് നമുക്ക് കൊടുക്കാം, കുറച്ച് വ്യായാമം കൊടുക്കാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കണ്ണ് നല്ല തിളക്കമുള്ള കണ്ണായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാഴ്ച ശക്തി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നല്ല രീതിയിൽ കൂടുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നല്ല തുടിപ്പും എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് നല്ല തിളക്കവും കാര്യങ്ങളും റിങ്കിൾസും ഒക്കെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ കൺപീലികളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും മെയിനായിട്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൺപീലികളല്ലേ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് എന്താണ്, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും കോളുകളും എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പിന്നെ എപ്പോഴും വോയിസ് മെസ്സേജ് മിക്കവാറും ആൾക്കാരായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇത്തായ എപ്പോഴും ഞങ്ങളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനും അതുപോലെ തന്നെ എൻ്റെ എനിക്ക് വേണ്ടി മെസ്സേജ് അയക്കുകയും പറയുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം മറന്നിട്ട് ചിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞത് ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കൺപീലികൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ നമുക്കൊരു കൺപീലികൾ ഇവിടെ ഒരു മസാജ് നമുക്ക് കൊടുക്കുക, ഒരു ചെറിയൊരു മസാജ് രീതിയിൽ. അപ്പോൾ ആദ്യം നമ്മളെപ്പോഴും കണ്ണ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ അറിയാം, ഈ കൈ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇത് നമ്മളൊരു 1 മിനിറ്റ് ചെയ്യണം. നമ്മുടെ തലയിലെ സ്കാൽപ്പിലൊക്കെ റൂട്ടിൽ മസാജ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കൺപീലി വളരുന്നത് ഇവിടെ നിന്നാണ്, റൂട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണിൽ കൈ ഇടാനും കുത്താനും ഒന്നും നിൽക്കേണ്ട. പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മേളിലോട്ട് കണ്ണ് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കൺപീലികൾക്ക് നല്ല രീതിയിലുള്ള ഭംഗി കൂട്ടാനായിട്ടും നമ്മുടെ കൺപീലി നല്ല ഇടതൂർന്ന് വളരാനായിട്ടും ഒത്തിരി സഹായിക്കുന്ന ഒരു മസാജാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ 1 മിനിറ്റോളം ചെയ്യുക. ഇനി പ്രത്യേകിച്ച് ഓയിലും കാര്യങ്ങളൊന്നും തേക്കണ്ട, വെറുതെ കൈവച്ച് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ കോർണറിൽ നമ്മൾ ഇതുപോലൊരു മസാജ് കൊടുക്കുക. കൂടുതൽ നമ്മളെ ഇവിടത്തെക്കാട്ടും കൂടുതൽ തിക്കായിട്ട് വളരേണ്ട ഈ ഒരു കൺപീലികളാണ് കൂടുതലും. പിന്നെ നമ്മൾ ഇവിടെ ഒരു മസാജ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഇവിടെ കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ സോഫ്റ്റായിട്ട് കണ്ണിലെ കൈ നഖമൊന്നും കൊള്ളാതെ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുക, താഴെ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഐബോളിൽ ഒരു മസാജ് കൊടുക്കുക. നമ്മൾ കണ്ണടച്ച് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇങ്ങനൊരു മസാജ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചു വിടുക. വീണ്ടും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക, ഇങ്ങനെ വലിച്ചു വിടുക. ഒത്തിരിയല്ല, സോഫ്റ്റായിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക. ഇങ്ങനെ നമ്മളൊരു 10 വട്ടം ചെയ്യുക. കണ്ണിലൊത്തി കുത്തിപ്പൊട്ടിക്കുകയൊന്നും വേണ്ട, പതുക്കെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക, ഇങ്ങനെ വിടുക. നമ്മൾ താഴെ നമ്മുടെ ഒരു മോതിര വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക, തിരിച്ചും മറിച്ചും. അണ്ടർ ഐ ഡാർക്ക്നെസ് പോകാനൊക്കെ ഉള്ള മസാജും ചുളിവ് പോകാനുള്ള മസാജും കണ്ണിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കൺപീലികളൊക്കെ നല്ല ഇടതൂർന്ന് വളരാനായിട്ടും നമ്മുടെ കണ്ണിന് നല്ല ഒരു തെളിച്ചവും നല്ലൊരു ഭംഗി കൂട്ടാനായിട്ടുമുള്ള ഒരു മസാജും കാര്യങ്ങളുമാണ്. ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ണ് തുറന്ന് പിടിച്ചിട്ട് കണ്ണ് ചിമ്മുകയും നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ചിമ്മി അടയ്ക്കുക എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു മസാജാണ്. ഇത് നമുക്ക് ഇപ്പം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മാത്രം നമുക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ യാതൊരു സമയം കടത്തേണ്ട ആവശ്യമില്ല. എക്സസൈസാണ് ഞാൻ ഈ കാണിക്കുന്നത്. കോർണറിലോട്ട് കണ്ണ് ചലിപ്പിക്കുക, അടുത്ത സ്ഥലത്തോട്ട് ചലിപ്പിക്കുക. നമ്മൾ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ വെക്കത്തില്ലേ, ഇങ്ങനെ അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ അതുപോലെ ചെയ്താലും മതി. പിന്നെ നമ്മൾ മേളിലോട്ടാക്കുക. ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യുക. പിന്നെ റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നമ്മുടെ തല ചലിക്കുവാണെങ്കിൽ നമ്മൾ തലയിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ തല ഇങ്ങനെ അനങ്ങത്തില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തിരിച്ചും നമ്മൾ ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക കേട്ടോ. ചിലപ്പം തലയിൽ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തല ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ വലിയൊരു ആനക്കാര്യമൊന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാവുന്ന എക്സസൈസൊക്കെയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കണ്ണ് നല്ലതായിട്ട് ഇറുക്കി അടയ്ക്കണം.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള നല്ലൊരു വ്യായാമമാണിത്. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയുന്നത് മൂലമൊക്കെയാണ് എന്താ പറയുക, രക്തയോട്ടം നടക്കത്തില്ല. നമ്മൾ ഒരു കാര്യം കണ്ണിന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഡാർക്കും കാര്യങ്ങളും ചുളിവുകളും ഒക്കെ പെട്ടെന്ന് വീഴും. അപ്പം ചുളിവുകൾ വീണാലും ഡാർക്ക് വീണാലും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് അഭംഗിയാണ് അല്ലേ. എന്തോ ഒരു ഇതുപോലെ നമുക്ക് എന്തൊക്കെ മുഖത്ത് വാരി മേക്കപ്പ് ഒക്കെ പുട്ടിയൊക്കെ അടിച്ചാലും കണ്ണ് ഒരു ഇതായിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ ഒരു 60 വയസ്സായാലും നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു മങ്ങലില്ലാതെ, അതായത് ഒരു ക്ഷീണമില്ലാതെ, ഒരു തളർച്ചയില്ലാതെ ഒക്കെ നമ്മുടെ കണ്ണിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ നിർത്താൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ണിന് എക്സസൈസ് മറക്കാതെ കൊടുക്കുക. ഇനിയും ഞാൻ പറയുന്നത്, ഇനി നമുക്ക് തുള്ളി വെളിച്ചെണ്ണ വേണം. ഈ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഈ ചൂണ്ടുവിരലിൽ മുക്കിയതിന് ശേഷം നമ്മുടെ കൺവിലികളിൽ അതൊക്കെ കണ്ണിനകത്തൊന്നും പോകാതെ ഇങ്ങനെ, ഇത് നിങ്ങൾക്ക് ആവണക്കെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് എപ്പോഴും എടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം എപ്പോഴും ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഇവിടുത്തെ രോമം, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ശേഷം നമ്മൾ 2 കൈ കൊണ്ടും ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ആ കൺപീലിയിൽ ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക. എനിക്ക് വേണ്ട കുറച്ച് കൺപീലി ഉണ്ട് കേട്ടോ, ഉണ്ടോ കുറച്ച്. ഞാനിത് എങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്, എനിക്ക് ഇടയ്ക്കൊന്ന് പൊഴിഞ്ഞായിരുന്നു, എൻ്റെ കൺപീലി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം അത് മാറാനായിട്ട് എനിക്ക് ഏറ്റവും സഹായിച്ചത് ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കൊണ്ട് ഒത്തിരി ഗുണങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വെളിച്ചെണ്ണ മസാജ് നമ്മൾ ചെയ്യാറുണ്ട്. ഒത്തിരി മുടി വളരാനായിട്ട് വെളിച്ചെണ്ണ നല്ലതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു റൂട്ടിൽ, അതായത് ഈ നമ്മുടെ ഒരു കണ്ണിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആ ഒരു കണ്ണിൻ്റെ ആ ഒരു രോമം തുടങ്ങുന്ന അവിടെയായിട്ടൊരു ജസ്റ്റ് കണ്ണടച്ച് പിടിച്ചിട്ടൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക വെളിച്ചെണ്ണ കൊണ്ട്. നല്ല രീതിയിൽ നമ്മുടെ പിന്നെന്താ പറയുക, രോമം വളരാനായിട്ട്, നമ്മുടെ കൺപീലി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിനകത്ത് പോകാതെ തന്നെ നമ്മുടെ ഈ ഒരു രോമത്തിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ താഴത്തെ കൺപീലി വളരെ കുറവാണ് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന് ഞാനങ്ങനെ ചെയ്യാറില്ല, അധികം ഇതാകാറില്ല. പക്ഷേ ഇന്നാളൊക്കെ ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ ഇവിടെ രോമമൊക്കെ വന്നായിരുന്നു. പിന്നെ കുറേ പൊഴിഞ്ഞു പോയി. അപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കൺപീലിയൊക്കെ കുറവുള്ള ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുക. വളരെയധികം നല്ലൊരു ഇതാണ് നമ്മുടെ കൺപീലി ധാരാളമായിട്ടുണ്ടാകാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇത് നമ്മൾ രാത്രിയിൽ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് കളയാം. അപ്പോൾ കുറച്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല കൺപീലികൾ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ കൺപീലി വളർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു എന്താ പറയുക, ശോഭ കിട്ടും. നല്ല മുഖത്തിൻ്റെ തന്നെ ശോഭ തന്നെ കണ്ണാണ് അല്ലേ, മെയിനായിട്ട് കണ്ണും ഐബ്രോസും ഒക്കെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ, ഞാൻ നേരത്തെ മസാജൊക്കെ കാണിച്ചിട്ടുണ്ട്, മോതിരവിരൽ വെച്ച് മസാജൊക്കെ കൊടുക്കുക. ഇവിടെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിന് മസാജ് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ 10 തവണ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ കോർണർ രണ്ടും ഒന്ന് വലിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഷേപ്പൊക്കെ കിട്ടാനായിട്ടും കണ്ണൊക്കെ കുഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു നല്ലൊരു വ്യായാമമാണിത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനകത്തൊന്നും വെളിച്ചെണ്ണയൊന്നും പോയിട്ടൊന്നുമില്ല, നല്ല ഇതായിട്ടിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ തിളക്കം വർദ്ധിക്കുകയും നമ്മുടെ കൺപീലികൾ ധാരാളമായിട്ട് വളരുകയും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറുകയും റിങ്കിൾസ് കുറയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മസാജും അതുപോലെ എല്ലാമാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഒക്കെ ചെയ്യാൻ സമയമില്ലെന്ന് ആരും പറയരുത്. എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് മെയിനായിട്ട് വീട്ടിലിരിക്കുന്ന ജോലിക്കാരെക്കാട്ട് കൂടുതൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് എന്തായാലും കുറച്ച് സമയം കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അവരെന്തായാലും ഇതിന് പ്രത്യേകിച്ചൊരു സമയവും വേണ്ട. അപ്പം നമുക്ക് ചെയ്യാം. നമ്മുടെ അപ്പം കുറേ പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്തിട്ട് എന്നാ കാണിക്കാൻ, ചുളിവ് വന്നോട്ടെ, അതൊക്കെ വന്നോട്ടെ, വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നേ ഇല്ല. വരാതിരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ, ചുളിവുകൾ വരാതിരിക്കാനായിട്ടും
അതുപോലെ തന്നെ കണ്ണിന് ഡാർക്ക് വരാനായിരിക്കും, റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ ഉള്ള വരാതിരിക്കാനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനും പറഞ്ഞിരുന്നത്. മറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല. അവർ വെറുതെ വന്നെന്തിനാ വീഡിയോ കാണുന്നത്, കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് വീഡിയോ കണ്ട് അതുപോലെ ചെയ്താൽ മതി. എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്കെന്തായാലും ഒരു പരിധി വരെ എനിക്കിതൊക്കെ തടഞ്ഞു നിർത്തണം. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. പിന്നെ പഠിച്ചവൻ നമുക്ക് ഒരു ആരോഗ്യം തരുന്നിടം വരെ നമുക്ക് ചെയ്യാം. തമ്പുരാൻ എന്നാണോ നമുക്ക് വയ്യാഴിക വരുത്തുന്നത് അന്നേരം നമുക്ക് നിർത്താം. ആ ആരോഗ്യം പഠിച്ചവൻ എത്ര നാൾ നമുക്ക് തരുന്നോ അന്നേരം വരെ നമുക്ക് ഇതൊക്കെ ചെയ്തു പോകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മാത്രം ചെയ്യുക, ഇല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. വെറുതെ വന്ന് കമൻറ്റ് ഇടേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു പോകണം. താല്പര്യമുള്ളവരെല്ലാവരും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യത്തിന് പല പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയവരുമുണ്ട്. അപ്പം നിങ്ങളും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു പോകണം. പിന്നെ എൻ്റെ പുറകിലിട്ടേക്കുന്ന വീഡിയോ ഒക്കെ കാണാൻ മറക്കല്ലേ. എല്ലാ വീഡിയോയുടെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. അപ്പം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല, ഇഷ്ടമായെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.